ഗൈസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SUV കൂപ്പേ സെഗ്മെന്റിൽ വരുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ കർവ് EVയുടെ വിശേഷങ്ങളും അതിന്റെ തന്നെ അഡാസ് ലെവൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കി നോക്കട്ടെ. അപ്പോൾ വാഹനം എടുത്തു. ഇപ്പോൾ വാഹനത്തിൽ ഏകദേശം 33% ചാർജ്, അതായത് ഏകദേശം ഒരു 91 കിലോമീറ്റർ ചാർജ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, വാഹനത്തിൽ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി വാഹനം നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ടു. നൈസായിട്ട് നമുക്കൊന്ന് മൂവ്മെന്റ് ചെയ്ത് നോക്കി നോക്കാം, വാഹനം എങ്ങനെയാന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത് 55 kWh ബാറ്ററി കപ്പാസിറ്റി ഉള്ള വെഹിക്കിളാണ്. അതായത് ഏകദേശം 585 കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ റേഞ്ച് പറയുന്നത്. നൈസായിട്ട് മൂവ്മെന്റ് ആണ്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇനി വാഹനത്തിന് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 2-3 കാര്യങ്ങളാണ്. അതിൽ ഞാൻ ഓരോന്ന് എടുത്ത് പറയാം. ഇപ്പം നമ്മൾ സിറ്റി ഡ്രൈവ് മോഡിലാട്ടോ പോകുന്നത്. അതുപോലെ തന്നെ റീജനറേഷൻ്റെ മോഡ് 2 മോഡിൽ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഈ വാഹനത്തിന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ലെവൽ 2 അഡാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഗംഭീരമായ സെറ്റപ്പുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇടവഴികളിലാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കണേ. കണ്ട സ്റ്റിയറിംഗ് തന്നെ തിരിയണണ്ട. അതിൽ തന്നെ ലൈൻ അസിസ്റ്റും ലൈൻ ഡിപ്പാർച്ചറും ആൻറ്റി കൊളീഷൻ വാണിങ്ങും എല്ലാ കാര്യങ്ങളും ഓൺ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു വാഹനം നമുക്ക് ധൈര്യമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ വാഹനം തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു 90% ഓടിക്കും. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ്. കണ്ട സ്റ്റിയറിംഗ് തിരിയണണ്ട. നമ്മൾ ക്രൂസ് ഓൺ ആക്കിയിട്ടിട്ട് വേണം ഈ ഒരു സംവിധാനം ചെയ്യാനായിട്ട്. കണ്ട സ്റ്റിയറിംഗ് ആ ലൈൻ മാറുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വാണിംഗ് തരും ചെയ്യും. ഫ്രണ്ട് കൊളീഷൻ്റെ സംവിധാനം പറഞ്ഞു തരും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ആവറേജ് സ്പീഡിൽ ക്രൂസ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോട്ടിലത്തെ ആ ലൈനുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയാൽ തന്നെയാണ് ആ ലൈൻ അസിസ്റ്റും ലൈൻ ഡിപ്പാർച്ചറൊക്കെ വാഹനം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തറല്ലോ. നമ്മുടെ റോഡുകളിൽ ഒട്ടുമിക്ക റോഡുകളിലും ആ ഒരു ലൈൻ കറക്റ്റ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വാഹനത്തിന് സെൻസ് ചെയ്യാനും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ ക്രൂസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു വാഹനം പോകുന്നതുകൊണ്ടാണ് ഈ വാഹനം ഒന്ന് പമ്മിയിട്ടാണ് പോകുന്നത്. അത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ആക്സിലറേറ്ററിൻ്റെ ഭാഗത്തോ ബ്രേക്കിൻ്റെ ഭാഗത്തോ ഒന്നും കാല് വെച്ചിട്ടില്ല കേട്ടോ. കണ്ട പോകുന്നുണ്ട ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വാഹനങ്ങൾ ഒരുപാട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഇനി കുറച്ച് നാളും കൂടി കഴിഞ്ഞ് ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ തന്നെ ഓടുന്ന വാഹനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഫുള്ളി തന്നെ ഓടുന്ന വാഹനങ്ങൾ കേരളത്തിൽ വരും കേട്ടോ. ഇപ്പോൾ ഒരു ബൈക്കാരൻ കയറിയപ്പോൾ വാഹനം ഒന്നുകൂടി പമ്മി എന്ന് പറയുന്നത് സ്പീഡ് കുറഞ്ഞു. അത് ഓട്ടോമാറ്റിക്കലി വാഹനം പിടിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുമ്പോൾ ആ ഒരു സ്റ്റിയറിംഗ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി തിരിയണം. കാണിച്ചാൽ അതിന് മുമ്പായിട്ട് കണ്ട നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിയറിംഗ് കൈ വെക്കണം കേട്ടോ. അത് കൂടുതൽ നേരമൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് പോവില്ല. ഒരു നിശ്ചിത സെക്കൻഡ് കഴിഞ്ഞാൽ കൈ വെക്കാൻ പറയും. കണ്ട സ്റ്റിയറിംഗ് തിരിയണണ്ട ലൈൻ കറക്റ്റ് ചെയ്തിട്ട്. എനിക്ക് ഏറ്റവും ഇവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കണ്ട ലൈൻ കറക്റ്റായിട്ട് പോവുകയും ചെയ്യും. ഫ്രണ്ടിൽ എന്തെങ്കിലും വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സ്പീഡിലായാലും ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇവൻ സ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. നോക്കിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ടിൽ ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല പടപടച്ചിട്ട് പോകണം നമ്മൾ. ഇതേ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തോടെ ബ്രേക്ക് ആവണണ്ട. എൻ്റെ മോനെ പൊളിച്ചില്ലേ. ഇപ്പോൾ ആ ഒരു സ്പീഡിലേക്ക് റിട്ടേൺ ആ സ്പീഡിലേക്ക് എത്തണമെങ്കിൽ ഫ്രണ്ടിലത്തെ വാഹനങ്ങളെല്ലാം പോകണതേ കണ്ട ഫുള്ള് ബ്രേക്ക് ചെയ്തേ കണ്ട. കാലൊന്നും നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ താഴെ. ഇതൊക്കെ പൊളി ഫീച്ചറായിട്ടില്ലേ. ഇപ്പോൾ ഫ്രണ്ടിൽ ആവരില്ലേ വാഹനം ആ ബാക്ക് ടു നോർമൽ സ്പീഡിലേക്ക് എത്തി. ആ ഒരു ബൈക്കുകാരനാണ് ഇപ്പോൾ പ്രശ്നം കാണിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗും ഇടയ്ക്കിടയ്ക്ക് കൈവയ്ക്കാൻ പറയുന്നുണ്ട്. ഫുള്ളി അങ്ങ് കൈവിട്ടിരുന്ന് പോകാൻ പറ്റില്ലടാ. ആ ബൈക്കുകാർ ലെഫ്റ്റിലേക്കായ വാഹനം പഴയ ഒരു 60-70 സ്പീഡിലേക്ക് എത്തൂട്ടാ. പിന്നെ DC ഫാസ്റ്റ് ചാർജിങ്ങിൽ ഇവന് വെറും 40 മിനിറ്റ് കൊണ്ട് 80% ചാർജൊക്കെ കയറും കേട്ടോ. അതായത് 300-ന്റെ മുകളിൽ കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടും. കേരളത്തിലൊക്കെ ഇത് പോകാനായിട്ട് ധാരാളമാണ്. നമുക്കിന്ന് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് തൃശ്ശൂരിലുള്ള ഹൈസൺ മോട്ടോഴ്സിലുള്ള അവരുടെ ഏറ്റവും പുതിയ EVയുടെ ഷോറൂമിൽ നിന്നാട്ടാ റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. ഈ ഫീച്ചർ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടപ്പോൾ 3 ഡ്രൈവ് മോഡുകളിലായിട്ടാണ് ഇവൻ മെയിനായിട്ട് വരുന്നത്. കണ്ട നമ്മളൊരു സിഗ്നൽ ജംഗ്ഷനൊക്കെ സിമ്പിളായിട്ട് കടന്നു പോവാണ്. അവിടെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ ചുള്ളൻ നൈസായിട്ട് ബ്രേക്ക് പിടിക്കട്ടാ. 3 ഡ്രൈവ് മോഡുണ്ട്. എക്കോ സിറ്റി സ്പോർട്സ് എന്ന് പറഞ്ഞുള്ള ഡ്രൈവ് മോഡ്. ഫ്രണ്ടിൽ ആ ലോറി ഉള്ളതുകൊണ്ട് പമ്മിയിട്ടൊന്നും ഇവിടെ. അതിൽ സ്പോർട്സിൽ ഇട്ടിട്ട് നമ്മൾ മാക്സിമം ആക്സലറേഷൻ ചവിട്ടി കഴിഞ്ഞാണ്ടല്ലോ 160 km/h വരെ അവനെ പടച്ചു പോകാൻ പറ്റും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, വെറും 8.6 സെക്കൻഡ് കൊണ്ട് 100 അടിക്കും കേട്ടോ. അടിപൊളിയല്ലേ. സേഫ്റ്റി വൈസും അതുപോലെ തന്നെ കംഫർട്ട് വൈസും അതുപോലെ പവറും ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇപ്പൊ ആ ഒരു ലോറി ഉള്ളതുകൊണ്ട് എന്താ ഒരു കാർ ഫ്രണ്ടിലേക്ക് ഓവർടേക്ക് ചെയ്തു. ഇപ്പോൾ വാഹനം സ്പീഡ് ഇങ്ങനെ മെല്ലെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കട്ടെ. നമുക്ക് കൂടുതൽ പണി എടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റിയറിംഗ് പിടിച്ചാൽ മതി. കണ്ട ആ സ്റ്റിയറിംഗ് പിടിക്കാനുള്ള വാണിംഗ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹൃദയഭാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 55 kWh ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. മാക്സിമം ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 165 bhp പവറും 215 Nm ടോർക്കാട്ടാ. പവറായിട്ടില്ലേ സാധനം ഇങ്ങനെ പോകണണ്ട. ഒരു ഒഴുകി പോകുന്നൊരു ഫീലാണ് വാഹനത്തിൻ്റെ അകത്ത്. ബാക്കിലിരിക്കുന്നവർക്കാണ് ആ ഒരു റിയർ കംഫർട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ നമ്മൾ ലൈൻ എങ്ങാനും ചേഞ്ച് ചെയ്താലും ഇതിൽ വാണിംഗ് തരും കേട്ടോ, നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഇട്ടിട്ട് നിങ്ങൾ ഓടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വാഹനം കൊളീഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ കേരളത്തിലത്തെ റോഡുകളൊക്കെ ഇതിന് ആപ്റ്റായി വരുന്നുള്ളൂ. പിന്നെ വാഹനം ഫോർവേഡ് പോകുമ്പോൾ തന്നെ റിയർ ക്യാമറ ഓണാക്കി പോകാൻ പറ്റും. അതുവഴി ആരെങ്കിലും ഇടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ കാണാനും പറ്റും കേട്ടോ. പിന്നെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതിൻ്റെ ഒരു വാണിംഗ്, ആ ഒരു ക്യാമറ നമുക്ക് കാണാനൊക്കെ സാധിക്കും. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കണ്ട ആ ഒരു ക്യാമറ വ്യൂ നമുക്ക് അങ്ങനെ കിട്ടും. ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ലെവൽ 2 ADAS ചെക്ക് ചെയ്യാനാണ് ഇന്ന് നമ്മൾ എടുത്തത്. അത് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടിപൊളി തന്നെയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്താൽ റൈറ്റ് സൈഡിലുള്ള വാഹനം കേട്ടോ നമ്മുടെ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൻ്റെ ആ ഒരു ടേണിങ് റേഡിയസും കുറവായതുകൊണ്ട് ഏത് വഴികളിലും നമുക്ക് നിർത്തി തിരിച്ചാലൊക്കെ ചുള്ളൻ സിമ്പിളായിട്ട് തിരിയൂടാ. പിന്നെ അതിൻ്റെ ആ ഒരു ഗിയർ നോബും ആ ഒരു ലക്ഷറി ഫീച്ചേഴ്സൊക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ഈ വാഹനത്തിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ഇപ്പോൾ സ്പോർട്സിലിട്ടു കേട്ടോ. ഇപ്പം അടച്ച ഫോണൊക്കെ എൻ്റെ ഓനെ 100ന്റെ മുകളിൽ നിന്ന് കയറാൻ വലിയ സമയമൊന്നും വേണ്ട. പവർ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. ഈ വാഹനത്തിൻ്റെ വേണ്ടതിൽ ഇരട്ടി പവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ. പൊളിച്ചിട്ടില്ലേ?